ഞാൻ ആരംഭിക്കുന്നു. പുണ്യദിനം, പുണ്യദിനം, ഇത് പുണ്യദിനം, ലോകനാഥൻ പിറന്ന ദിനം. പുണ്യദിനം, ഇത് പുണ്യദിനം, ലോകരക്ഷകൻ പിറന്ന ദിനം. ഈ കഥ നടക്കുന്നത് ഇവിടങ്ങുമല്ല, അങ്ങ് ദൂരെ ഗലീലയിലെ നസ്രേത്ത് എന്നുള്ളൊരു കൊച്ചു പട്ടണത്തിലാണ്. അതാ നോക്കൂ, പ്രാർത്ഥനയിൽ മുന്നിട്ടിരിക്കുന്ന മറിയം സാധാരണ കുളത്തിൽ ജനിച്ചിരുന്നതാണ് അവൾ. നന്മ നിറഞ്ഞവൻ മേരി, തിന്മയകന്നവൻ മേരി, ഉത്തമയാകുന്നവൻ മേരി, മേരി മേരി മേരി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, യേശു എന്ന് പേർ വിളിക്കും. മറിയയ്ക്ക് സംശയമായി. തന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ദാവീദിന്റെ കുലത്തിലുള്ള യോസഫിന്റെ വിവാഹം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവോത്തരത്ത് വിളിക്കപ്പെടും. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ നീ ഭവിക്കട്ടെ. മറിയ ഗർഭിണിയായി. യോസഫ് എല്ലാം വിവാഹം കഴിഞ്ഞു. ആ കാലത്ത് ഒരാഴ്ച പ്രവർത്തിച്ചു. എല്ലാവരും അവരവരുടെ ജന്മനാട്ടിൽ പോയി പേര് ചേർത്തണം. അങ്ങനെ യോസഫ് ഗർഭിണിയായ മറിയം ബേഥലേമിലേക്ക് യാത്രയായി. വളരെ ദൂരം യാത്ര ചെയ്ത മറിയം ക്ഷീണിതയായി. പ്രസവവേദന വന്നു. സത്രങ്ങളിലൊന്നും ഇടമില്ല. അവസാനം കാൽക്കരുത്ത് കണ്ടെത്തി. യോസഫ് വൈക്കോൽ കൊണ്ടുള്ള ഒരു മെത്ത ഉണ്ടാക്കി. അതിൽ മറിയത്തെ കിടന്നു. അതേ പ്രസവിച്ചു. ലോകരക്ഷകൻ ഭൂമിയിൽ ജാതരായി. ഉണ്ണി പിറന്നു, ഉണ്ണിയേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണിയേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണിയേശു പിറന്നു. ആ പ്രദേശത്ത് ആടനെ കാവൽ കാത്തു നാട്ടിനെ ഭർത്താൻ ദുരന്തത്തിനായി. എന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവജനത്തിന്റെ ഉണ്ടാകാനുള്ള മഹാസന്ദേശം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈനികളുടെ ഒരു കൂട്ടം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. ദൈവത്തിന് മാത്രം ഭൂമിയിൽ ജയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അങ്ങനെ ആട്ടിടയമ്മ യേശുവിനെ കണ്ട് നമസ്കരിച്ചു. കിഴക്ക് നിന്ന് ദിവ്യദർശനം കണ്ട് 3 വിദ്വാൻമാർ വന്ന് പൊന്നും പോലും കുന്തിരിക്കാൻ കാഴ്ച വെച്ചു. പ്രിയമുള്ളവരെ, എല്ലാവരും ഹൃദയത്തിൽ യേശുവിനെ ജനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ മകൾ നന്ദി, നമസ്കാരം.